Hello all. Most of the NEET aspirants ഉള്ള ഒരു വിഷമം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഫിസിക്സിന് മാർക്കില്ല എന്നുള്ളതാണ്. ഫിസിക്സ് ഭയങ്കര പാടാണ്, ഫിസിക്സ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല, ഫിസിക്സ് ഉള്ളത് കൊണ്ട് നമ്മുടെ നീറ്റിന്റെ റാങ്ക് കുറഞ്ഞു പോകുമോ എന്നൊരു കൺസേൺ ആണുള്ളത്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എഫക്റ്റീവായിട്ട് ജസ്റ്റ് ഇൻ 5 സ്റ്റെപ്സ് നമുക്ക് നീറ്റിന് ഫിസിക്സിന്റെ മാർക്ക് എങ്ങനെ കൂടാമെന്നുള്ളതാണ്. സോ സ്റ്റേ ട്യൂൺഡ്. So first step എന്ന് പറഞ്ഞാൽ focus on the concepts. കൺസെപ്റ്റിൽ നമ്മൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യണം. എന്താ കൺസെപ്റ്റിൽ ഫോക്കസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഒരു ചാപ്റ്റർ നമ്മൾ എടുക്കുകയാണെങ്കിൽ ലെറ്റ്സ് സേ നമ്മൾ ഏറ്റവും വലിയ ചാപ്റ്റർ എടുക്കുകയാണ്. ഏതാ ഏറ്റവും വലിയ ചാപ്റ്റർ? നിങ്ങൾക്ക് ഏറ്റവും വലിയ ചാപ്റ്റർ ആയിട്ട് തോന്നുന്ന റേ ഒപ്റ്റിക്സ് എടുക്കാം. റേ ഒപ്റ്റിക്സിൽ ഹാർഡ്ലി നമുക്ക് എത്ര കൺസെപ്റ്റ് ഉണ്ടാവും? റേ ഒപ്റ്റിക്സിൽ കൂടി പോയാൽ നമുക്ക് 5 കൺസെപ്റ്റ്സേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആദ്യം നിങ്ങൾ കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കണം. പിന്നെയോ കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ റിഫ്ലക്ഷൻ, റേ ഒപ്റ്റിക്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ട്, നമ്മൾ 10ാം ക്ലാസ് പഠിച്ചതാണ്. റിഫ്രാക്ഷൻ ഉണ്ട്. ഇതിൽ കൂടുതൽ പ്രത്യേകിച്ച് പറയാൻ പാകത്തിനുള്ളത് ആ ചാപ്റ്ററിലെ ഏതൊക്കെ ടൈപ്പ് റിഫ്ലക്ഷൻ, എങ്ങനെയൊക്കെ റിഫ്രാക്ഷൻ, എങ്ങനെയൊക്കെ സ്നെൽസ് ലോ, നമ്മൾ ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ ഒരു ചാപ്റ്ററിൽ ഹാർഡ്ലി നമ്മൾക്ക് 5 or 6 മാക്സിമം കൺസെപ്റ്റ്സേ നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ കൺസെപ്റ്റ് നിങ്ങൾ നന്നായിട്ട്, കൺസെപ്റ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടത്. അപ്പൊ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ്, രണ്ടാമത്തെ സ്റ്റെപ്പ്, കൺസെപ്റ്റ് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഫോർമുലാസ് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പൊ കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കി. രണ്ടാമത്തത് കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഫോർമുലാസ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. അപ്പൊ കൺസെപ്റ്റ് മനസ്സിലായാൽ ഫോർമുല നമ്മൾ മനസ്സിലാക്കി. തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡു വർക്ക് ഓൺ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, കാരണം നീറ്റിൽ നമുക്ക് 80% ഓഫ് ദ ക്വസ്റ്റ്യൻസ് ഇസ് ബേസ്ഡ് ഓൺ പ്രീവിയസ് ഇയേഴ്സ്. അപ്പോൾ പ്രീവിയസ് ഇയേഴ്സ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു കോൺഫിഡൻസ് വരും, എന്ത്, എനിക്ക് ഇത് ചെയ്യാൻ പറ്റും. The fourth one is do take practice test. അപ്പോൾ പ്രീവിയസ് ഇയേഴ്സ് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നാലാമത് യു ഷുഡ് അനലൈസ് യുവർ സെൽഫ്. നമ്മൾ അനലൈസ് ചെയ്യണം. എങ്ങനെ? നമ്മൾ പ്രാക്ടീസ് ടെസ്റ്റ്, ഡെയിലി പ്രാക്ടീസ് ടെസ്റ്റ് എടുത്തിട്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ അനലൈസ് ചെയ്യണം. ദ ഫിഫ്ത്ത് വൺ, ദ ഫോർമോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ, ഡു റിവൈസ്. എന്ത് ചെയ്യണം? നിങ്ങൾ ഈ പറഞ്ഞതും നിങ്ങൾ ഈ പഠിച്ചതുമെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? റിവൈസ് ചെയ്യണം. ഡു ഇറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ. പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നമ്മൾ പിന്നെയും പിന്നെയും അതെന്ത് ചെയ്യണം? റിവൈസ് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ എല്ലാ കുട്ടികളും പറയുന്ന ഒരു പോയിന്റ് ആണ്, എല്ലാ കുട്ടികളും പറയുന്ന ഒരു വിഷമാണ്, എന്ത്, പഠിച്ചത് മറന്നു പോകുന്നു, ഫോർമുലാസിൽ കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ ആദ്യം ഫോർമുലാസിൽ കൺഫ്യൂഷൻ ഇല്ലാണ്ടിരിക്കാൻ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ദ ഇമ്പോർട്ടൻറ്റ്. കൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം, ഫോർമുലാസ് ഫോക്കസ് ചെയ്യണം, പ്രീവിയസ് ഇയേഴ്സ് ചെയ്യണം, ടേക്ക് ദ ഡെയിലി ടെസ്റ്റ് എടുക്കണം. ഫിഫ്ത്ത് വൺ, റിവൈസ്. കീപ് ഓൺ ഡൂയിങ് ദ റിവിഷൻ. അപ്പോൾ ഈ ഒരു 5 സ്റ്റെപ്സ് ഫോളോ ചെയ്യുക. ഐ ഹോപ്പ് യു ക്യാൻ ഡു മച്ച് ബെറ്റർ ഇൻ ഫിസിക്സ്.